Closed doors, I'm a fool for your love. വെൽക്കം ബാക്ക് ടു cash.com. നമ്മളിത് കാണാൻ പോകുന്നത് വോഡഫോൺ ഐഡിയ പുതുതായിട്ട് പുറത്തിറക്കിയിരുന്ന VIC എന്ന വിർച്വൽ അസിസ്റ്റൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജിങ്ങിലൂടെ നമുക്ക് വോഡഫോൺ ഐഡിയയായിട്ട് കോൺടാക്ട് ചെയ്യാനും നമുക്ക് നമ്മുടെ ഡാറ്റ ബാലൻസ് റീചാർജ് അങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് അറിയാനും സാധിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വോഡഫോൺ യൂസേഴ്സിന് എങ്ങനെ ഈ VIC ഫീച്ചർ അതെങ്ങനെ വാട്സപ്പിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സൈഡിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം വാട്സപ്പിൽ ആ നമ്പറിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വോഡഫോൺ നമ്പർ ഏതാണോ ആ നമ്പർ അവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സെൻഡ് ബട്ടൺ അമർത്താവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. റിക്വസ്റ്റ് ബില്ല്, ആക്റ്റീവ് പ്ലാന്, പേ ബില്ല്, പാസ് പേയ്മെൻറ്റ്സ്, ബിൽ ഡീറ്റെയിൽസ്, ഡാറ്റ ബാലൻസ്. ഓക്കെ, ഞാനിവിടെ ഡാറ്റ ബാലൻസ്, നമ്മുടെ ഡാറ്റ എങ്ങനെയാണ് അതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നിൻ്റെ സൈഡിൽ 1 2 3 4 5 6 7 നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ ഏതാണോ വേണ്ടത് ആ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാണ്. ഞാൻ 7 ആണ് അമർത്തിയിരിക്കുന്നത്, എനിക്ക് ബാലൻസ് അറിയാനായിട്ടാണ്. അപ്പോൾ OTP റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 1 അമർത്തിയാൽ OTP വരുന്നതാണ്. ഓക്കെ, ഞാൻ ആ OTP അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ വെരിഫൈഡായി. അപ്പോൾ നമ്മുടെ മൊബൈൽ ആക്റ്റീവ് ആയിരിക്കുന്ന ഡാറ്റ പാക്കുകൾ കാണിക്കും, അതിൻ്റെ ബാലൻസ് കാണിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ്, അതായത് പ്ലാൻ ചേഞ്ച് ചെയ്യാനുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സിമ്പിൾ മെത്തേഡാണ്. അടുത്തത് ഐഡിയ യൂസേഴ്സിന് എങ്ങനെ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സൈഡിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. ഈ നമ്പർ നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങളുടെ ഐഡിയ നമ്പർ ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ വോഡഫോണിൻ്റെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്തത് അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ വരിക. അവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ബാലൻസ് ചെക്ക് ചെയ്യാം, റീചാർജ്, പാസ് പേയ്മെൻറ്റ്സ്, ഫൈൻ സ്റ്റോർ, ഡാറ്റ ബാലൻസ്, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ വോഡഫോണിൻ്റെ കണ്ട പോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് വേറെ കസ്റ്റമർ കെയറിനെ വിളിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി കൂൾ ഫീച്ചറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.